ഇന്നൊരു ചെമ്മീൻ പീരിയാണ് വെക്കുന്നത്. അതിന് ഞാനൊരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി തൊണ്ടും നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പറയാം. ഞാനതിന് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, എരിവിനുള്ള പച്ചമുളക്. ചെമ്മീൻ കുറച്ച് എരിവാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ഒരു ചെറിയ മധുരമുണ്ട്, പിന്നെ തേങ്ങ ചേരുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിരി മുളക് കൂടുതൽ എടുക്കുക, പച്ചമുളക്. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം. ഞാൻ മുളക് പൊടി ഇടുന്നില്ല, ഞാൻ പിന്നെ പച്ചമുളക് മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്നത്. പിന്നെ തേങ്ങ, ഇത് ഒരു മുറി തേങ്ങയില്ല, അതിൻ്റെ പകുതിയേ ഉള്ളൂ, അത് ചിരകിയത്. പിന്നെ കുടംപുളി ഞാൻ 2-3 കീറിയിട്ട് ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് വെച്ചതാണ്, ഇതിൻ്റെ പുളി ഇളകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചെടുക്കാം. നമ്മൾ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചു. ഇനി ഇത് പിന്നെ തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് അരയരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. ഇതിനകത്തേക്ക് ചെമ്മീനകത്തേക്ക് തേങ്ങയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്ത് ഇടുകയാണ്. അതിട്ടു. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചതിട്ടു. ഇനി 2 തണ്ട് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഉപ്പിടാം, പാകത്തിന് ഉപ്പ്. ഇനി നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു, അത് ഒഴിക്കാം. ഇനി കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാതെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് എരിവും പുളിയും ഉപ്പൊക്കെ നോക്കുക. എരിവില്ലെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇടാം. ഇതിന് ഇച്ചിരി മുളക് മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത്, എന്നാലും അതിന് രുചി വരുള്ളൂ. തട്ടിക്കുത്തി വെച്ചിട്ട് ഇനി നമുക്ക് അടുപ്പിൽ വയ്ക്കാം. തീ കത്തിച്ചിട്ടുണ്ട്, അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി മൂടി വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിനകത്ത് പുളിവെള്ളം ഒഴിച്ച കാരണം വേറെ വെള്ളം ഒഴിക്കാതിരുന്നത്. നിങ്ങൾ പുളിയാണ് ഇടുന്നെങ്കിൽ അത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. എന്നിട്ട് ആദ്യം നല്ല തീയിലിട്ടൊന്ന് തിളപ്പിക്കുക, അതിനുശേഷം സിമ്മിലിട്ടാൽ മതി. ചെമ്മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ പീരി ആയതുകൊണ്ട് ഒരുപാട് വെള്ളവും വേണ്ട. ഇതിപ്പോൾ ഇത് പിന്നെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനും തുറന്നൊക്കെ ആയിരുന്നു. വെള്ളമൊക്കെ വെട്ടി നീരൊക്കെ നമ്മൾ തെളിഞ്ഞ് എല്ലാം പരണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കാം. ഇതാണ് പീര, ചെമ്മീൻ പീര. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇടാം. പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇളക്കുക. നമ്മുടെ ചെമ്മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ചെമ്മീൻ പീര റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ളൊരു പീരയാണത്.